വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ ബന്ധുക്കളിൽ നിന്നടക്കം ജയിൽ ഡിഐജി വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തൽ. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് പരോളിനായി അനധികൃതമായി റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയതായും വിജിലൻസ് കണ്ടെത്തി. വിനോദ് കുമാറിനെതിരെ അച്ചടക്ക നടപടി ഉടനുണ്ടായേക്കും. ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തുവന്നത്. രാഷ്ട്രീയ തടവുകാരെ സഹായിക്കുന്നതിനായി അനധികൃതമായി ഇടപെടലുകൾ നടത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊടിസുനിക്കും സഹായം ചെയ്തു നൽകി. ഇതിന് സുനിയുടെ ബന്ധുക്കളിൽ നിന്ന് പണം കൈപ്പറ്റി. ലഹരി കേസിലെ പ്രതികൾക്ക് പരോളിനായി അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി. 12 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിനോദ് കുമാർ പണം സ്വീകരിച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാർ മുഖേനയുമാണ് പണം കൈപ്പറ്റിയിരുന്നത്. വിയ്യൂർ ജയിലിലെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ വിനോദ് കുമാറിന് സഹായം ചെയ്തിരുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വിനോദ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചു. സസ്പെൻഷൻ നടപടി ഉടനുണ്ടാകുമെന്നാണ് വിവരം. മീഡിയ 1 തിരുവനന്തപുരം.